അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയിരുന്നു, നമ്മുടെ ജയിൽ നോമിനേഷനും ക്യാപ്റ്റൻസി നോമിനേഷനും നടക്കുന്ന ദിവസമായിരുന്നു. പക്ഷേ ഈ പ്രധാനമായിട്ടും ജയിൽ നോമിനേഷന്റെ ഭാഗമായിട്ട് കുറച്ച് ഡിസ്കഷൻസും കഴിഞ്ഞ ആഴ്ച നടന്ന കുറച്ച് കാര്യങ്ങളുടെ വിശകലനവും ഒക്കെ അവിടെ വീട്ടിൽ നടന്ന് കുറച്ച് അടിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കട്ടിയായിട്ടുള്ള ഒരു ഏടിന്റെ പണിയായിട്ടുള്ള ഒരു ജയിൽ നോമിനേഷനാണ് ജയിലിലുള്ളവർക്ക് ഇപ്പോൾ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. എന്താണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നത്? സോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ടും താഴെ വന്ന് കമന്റ് ചെയ്യുക. നമുക്ക് റിവ്യൂയിലേക്ക് തന്നെ പോവാം. ആദ്യം തന്നെ നമ്മുടെ മോർണിംഗ് സോങ്ങിന് ശേഷം കിച്ചണിൽ നമ്മുടെ കോഫി പൗഡർ കട്ടക്കള്ളനെ പിടിക്കുകയാണ്. അതായത് നമ്മുടെ ജിസയിൽ കോഫി പൗഡർ മാറ്റി വെച്ചിരുന്നല്ലോ. അതായത് അവിടെ ഉണ്ടായിരുന്ന 2 പാക്കറ്റ് ഉണ്ടായിരുന്ന ഒരു പാക്കറ്റ് ജിസയിൽ മാറ്റി വെച്ചിരുന്നല്ലോ. അപ്പം അതിൽ ഇന്നലെ കോഫി പൗഡർ തീർന്നെന്ന് നമ്മുടെ അപ്പാനി പറഞ്ഞു. അപ്പാനിയിൽ കിച്ചൺ ക്യാപ്റ്റൻ എല്ലാവരോടും പറഞ്ഞു. എന്നിട്ട് ഇന്ന് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് കോഫി പൗഡർ ഇരിക്കുന്നു. അപ്പൊ അതിന്റെ ബേസിൽ അവിടെ കുറച്ച് ചർച്ചകളും കാര്യങ്ങളും വാക്കേറ്റങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അങ്ങനെ ജിസയിലാണ് കോഫി പൗഡർ മാറ്റി വെച്ചതെന്ന് എല്ലാവരും അറിയുകയാണ്. അങ്ങനെ ജിസയിൽ എഗെയിൻസ്റ്റ് ആയിട്ട് എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നമ്മൾ അനു ആണെങ്കിൽ പക തീർക്കുന്നുണ്ട്. ചപ്പാത്തി കള്ളിന്ന് വിളിച്ചതിന്, അനുവിനെ വിളിച്ചതിന് ജിസയിലിനെ കോഫി കള്ളിന്നൊക്കെ, കള്ളിയാണ് ഇവളെന്നൊക്കെ അനുമോളും തിരിച്ച് പറയുന്നുണ്ട്. ഇതിനുശേഷം അങ്ങനെ അവിടെ ഒരു ടോക്ക്, ആ ഒരു സംസാരം അവിടെ നടക്കുകയാണ്. ജിസയിൽ നിന്ന് അതൊരു നെഗറ്റീവ് ആയിട്ടുണ്ട്. സീരിയസ്ലി അത് നന്നായിട്ട് ജിസയിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുണ്ട് വീട്ടുകാർക്കിടയിൽ. ചിലരൊക്കെ വീട്ടുകാര് ജിസയിലും ആരിനും എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാൻ തന്നെ ഒരു ഗ്രൂപ്പ് തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് പറഞ്ഞുതരാം. അത് പിന്നെ ഇനി അങ്ങോട്ടാണ് വരുന്നത്. ജിസയിലും ആരിനും എഗെയിൻസ്റ്റ് ആയിട്ട്, അവരുടെ ആ ഗ്രൂപ്പിന് എഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഗ്രൂപ്പ് അവിടെ. ഓക്കെ, അപ്പം ഇതാണ് ആ കോഫി പൗഡർ വിഷയത്തിൽ അവിടെ നടന്നത്, നമ്മുടെ പ്രൊമോയിൽ കണ്ടതുപോലെ. പക്ഷെ ജിസയിൽ ഒരു കുലുക്കവും ഇല്ല. സീരിയസ്ലി ജിസയിൽ, അനിമോളാണെങ്കിൽ എപ്പോഴേ കരുന്നേനെ. പക്ഷെ ജിസയിൽ ഒരു കുലുക്കവും ഇല്ല. ജിസയിൽ ചിരിച്ചുകൊണ്ട് ആ ഒരു ഫേസ് എങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ അവിടെ ആ ഒരു ഇതവിടെ നടക്കുകയാണ്. ഇതിന് ശേഷം അപ്പാനെയും അക്ബറും കൂടെ ഒനീലിനെയും നമ്മുടെ റെനേന്റെയും ആ ഒരു സംസാരത്തിന്, അവരുടെ ഇന്നലത്തെ ആ ഒരു ടോക്ക് നടന്നല്ലോ, ഒരു സംസാര വിഷയം നടന്നല്ലോ. അതായത് ഇതിന് ശേഷം ഒരു വാക്കേറ്റ് നടന്നു. അപ്പൊ അതിന് അനലൈസ് ചെയ്യാണ്, നമ്മുടെ ഈ ബി റിവ്യൂ പറയും പോലെ തന്നെ അനലൈസ് ചെയ്യാണ്. അപ്പം അക്ബർ പറയാണ് ഒനിയിൽ ടോക്സിക് ആണെന്ന് അക്ബർ വിശകലനം ചെയ്ത് അവസാന ഫൈൻഡിങ്സിൽ അക്ബർ പറയാണ് ഒനിയിൽ ടോക്സിക് ആണെന്ന് പറയാണ്. അപ്പൊ ഈ ഒരു ടോക്ക് കഴിഞ്ഞു. പിന്നീട് ഇവർക്ക് ഉച്ചയായിട്ടും ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയില്ല. അവര് നല്ല ഡിലേ ആയിപ്പോയി. നമ്മൾ മോർണിംഗ് സോങ്ങിൽ കണ്ടാൽ തന്നെ അറിയാം, ഇന്ന് എല്ലാവരും എണീച്ചപ്പോഴേക്കും എല്ലാവരും മോർണിംഗ് സോങ് കേട്ടാണ് എണീച്ചത്. ഈവൻ ദ കിച്ചൺ ടീമിലുള്ളവർ പോലും മോർണിംഗ് സോങ് കേട്ടാണ് എഴുന്നേറ്റത്. അത് ഇന്ന് ആ മോർണിംഗ് സോങ് കേട്ടാൽ നമുക്കറിയാം, അനു ഉറക്കമായിരുന്നു, ആദിലാനൂറെ ഉറക്കമായിരുന്നു, എല്ലാവരും അവിടെ ഉറക്കമായിരുന്നു. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാൻ ഇന്ന് ലേറ്റ് ആവുന്നത് പുത്തരിയൊന്നുമില്ല. കഴിഞ്ഞ ടീമിൽ എല്ലാ ദിവസവും ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയിട്ടാണ് എല്ലാവർക്കും കിട്ടിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഇതിന്റെ വലിയ വിഷയം നടക്കാൻ എല്ലാവരും കൂടെ കിച്ചൺ ടീമിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയാണ് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയി. അപ്പൊ ആദ്യം കൂടെ അനുവിനെ വഴക്ക് പറയുന്നുണ്ട്. കറി ഉണ്ടാക്കുന്നതിൽ വന്ന ലാഗിന്റെ പേരിലാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയത്. ചപ്പാത്തി അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കറി ഉണ്ടാക്കുന്ന ഒരു ലാഗിലാണ് ലേറ്റ് ആയത്. അങ്ങനെ അക്ബർ വന്നിട്ട് പറയാണ്, അനുവിനെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല. കാരണം എനിക്ക് അവിടെ മനസ്സിലായിട്ട്, ഇന്ന് ഈ ഒരു കിച്ചൺ ടീമിൽ മനസ്സിലായിട്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ, അവിടെ കുക്കിംഗ്, അതായത് മെയിൻ ആയിട്ട് അവിടെ ഷെഫായിട്ട് നിൽക്കുന്നത് അനുവാണ്. മെയിനായിട്ട് അവിടെ കുക്ക് ചെയ്യുന്നത് അനുവാണ്. അത് ഇന്നലെ നമ്മൾ ജിസയിലും ഒക്കെ പറഞ്ഞതെന്ന്, അനു ഉണ്ടാക്കുന്ന കറികളും എല്ലാം നല്ല ടേസ്റ്റാണ്, അനു ഉണ്ടാക്കുന്ന ഫുഡെല്ലാം നല്ല ടേസ്റ്റാണെന്ന് ജിസയിൽ വരെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് ജിസയിലിന് അനുവിനോട് ഒരു പേഴ്സണലി വെക്കേണ്ട ഒന്നും ജിസയിലിന്റെ മനസ്സിലില്ല. പക്ഷെ അനുവാണ് മിണ്ടാതെ കളിക്കുന്നത്. പക്ഷെ കളിക്കട്ടെ, നല്ലത് തന്നെ. അങ്ങനെ അങ്ങനെ കിച്ചൺ ടീമിന് എഗെയിൻസ്റ്റ് ആയിട്ട് വരികയാണ്. അങ്ങനെ ടോക്ക് നടക്കുന്നുണ്ട്. ഇതിന് ശേഷം നമ്മുടെ അനു കരയുകയാണ്. ഇവർക്ക് കരയെന്ന് വെച്ചാൽ പൊട്ടിക്കരയുന്നൊന്നുമില്ല, കരച്ചിലടക്കി കരയില്ല, അതുപോലെ കരയാണ്. അപ്പൊ അപ്പാന് പറയുന്ന കരയരുത് എന്നൊക്കെ നീ കരയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഇവർക്ക് ഇത്തിരി നേരം കൂടെ വെയിറ്റ് ചെയ്തൂടെ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലടാ, ആർക്കായാലും വിഷമവും, നല്ല ലാഗായിരുന്നു. എനിക്കാണെങ്കിലും സ്വാഭാവികമായിട്ട് വിഷമവും. ഇതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് വരെയാണ്. ബിഗ് ബോസ് ജയിൽ നോമിനേഷനിലേക്ക്
ആൾക്കാരെ സെലക്ട് ചെയ്യാൻ പറയുന്ന 2 പേരെ സെലക്ട് ചെയ്യണം. അങ്ങനെ എല്ലാവരും കൂടെ ജയിൽ നോമിനേഷനിലേക്ക് വിടുന്നത് നമ്മുടെ ഒനീലിനെയും ജിസേലിനെയാണ്. ശരിക്കും ഒനീലിനും അഭിലാഷിനും എന്തോ ഒരേപോലെ വോട്ട് എന്തോ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ലൈവ് അപ്ഡേറ്റിൽ അങ്ങനെയാണ്. അപ്പം അങ്ങനെ ഒനീലും ജിസേലുമാണ് ജയിലിൽ പോകുന്നത്. ഒനീലിനെ എല്ലാവരും പറഞ്ഞ എന്താന്ന് വെച്ചാൽ ഒനീലിന്റെ ആ ഒരു ടോക്കാണ്, അതായത് സംസാരിക്കുന്നതിലുള്ള മാന്യതക്കുറവ്, അതാണ് എല്ലാവരും പറയുന്നത്. ഒനീല് ഇന്നലെ റെനേനെ പറഞ്ഞത് കടന്നാണ് റെനേനെ പറഞ്ഞത്. കാരണം ഈ ഒനീല് റെനേനെ പറയുമ്പം റെനെ അല്ല പറയുന്നത്. കൂടുതലും എനിക്ക് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ കൂടുതലും റെനയുടെ ആ ഒരു പയ്യനെ പറ്റിയിട്ടാണ് പറയുന്നത്, റെനയുടെ ഫ്രണ്ട്, ആ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ പറയേണ്ട ഒരു കാര്യമില്ല. കാരണം ഈ റെന ഇവിടെ ഗെയിം കളിക്കുക, ആ റെന കളിക്കുന്നതിന് റെനേനെ പറയണം, അല്ലാതെ റെനയുടെ പുറത്ത് നിൽക്കുന്ന റെനയുടെ ആ ഒരു ഫ്രണ്ടിനെ പറ്റി പറയുന്നത് വളരെ മോശമാണ്. ഒനീൽ ചെയ്യുന്നത് വളരെ മോശമാണ്. അങ്ങനെ ആ ഒരു ടോക്കിന്റെ പേരിൽ റെനേനെയും മെയിൻലി കോഫി കട്ടേന്റെ പേരിലും ആര്യനെ സപ്പോർട്ട് ചെയ്തതിന്റെ പേരിലും എന്താണ് ഇവരെയും ജിസേലിനെയും പറയുന്നുണ്ട്. പിന്നെ ആര്യനും അഭിലാഷിനും അത്യാവശ്യം വോട്ട് വന്നിട്ടുണ്ട്. അഭിലാഷിനും പറയുന്ന വാക്കിലുള്ള സംസ്കാരം, അതായത് അഭിലാഷ് ഇന്നലെ ഈ ആര്യൻ ചിരിച്ചു, ഓക്കെ, ആര്യൻ ചിരിച്ചതിന്റെ പേരിലും പിന്നെ ക്യാപ്റ്റൻസിയുടെ പേരിലും ഒക്കെയാണ് ആര്യനെ നോമിനേറ്റ് ചെയ്തതെങ്കിലും അഭിലാഷിന് പറഞ്ഞത് ആര്യൻ എഗെയിൻസ്റ്റ് ആയിട്ട് അഭിലാഷ് നല്ലൊരു ചീത്ത വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇന്നലെ റിവ്യൂവിൽ പറഞ്ഞാണ്, നല്ലപോലെ തെറി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ബേസിലാണ് അഭിലാഷിനെ ഇവര് നോമിനേറ്റ് ചെയ്തത്. പിന്നെ അനീഷിന് നോമിനേഷൻ വന്നു. പക്ഷെ അനീഷിനെ എല്ലാവരും നോമിനേറ്റ് ചെയ്തത് ചിരിക്കാനുള്ള കേസാണ്, മറ്റേ ആ ടാസ്കിന്റെ വിഷയത്തിലാണ്. പക്ഷെ അനീഷയുടെ ടാസ്ക് കളിക്കുകയാണ് ചെയ്തത്, റിയലായിട്ട് ടാസ്ക് കളിക്കുകയാണ് ചെയ്തത്. അത് ഒനീല് പറഞ്ഞത് കേട്ടാണ് ചിരിക്കാൻ തോന്നിയത്. സീരിയസ്ലി അനീഷ് അവിടെ ഇനിയിപ്പോ അതെന്തായാലും ലാലേട്ടൻ വന്ന് ക്ലിയർ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ. എന്തായാലും നാളെ എപ്പിസോഡാണ്, അപ്പൊ ലാലേട്ടൻ വന്നത് ക്ലിയർ ചെയ്ത് കൊടുത്തേ പറ്റുള്ളൂ ആ ടാസ്കിന്റെ പേരിൽ. ശരിക്കും അനീഷ് അവിടെ റിയലായിട്ട് ടാസ്ക് കളിക്കുകയാണ് ചെയ്തത്. അത് ആരും അനീഷിനെയായിട്ട് നോമിനേറ്റ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് അത് അവരുടെ അറിവില്ലായ്മ. അവർ വിചാരിക്കുന്നത് അനീഷ് അവിടെ കുറ്റക്കാരനാണ്, അനീഷിനകത്ത് ഏറ്റെടുക്കാമെന്നുള്ള വിചാരമാണ്. പക്ഷെ അനീഷ് ഇപ്പോൾ മുതൽ എന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിന് വരെ വില കൊടുത്തില്ലെന്നാണ് പറയുന്നത്. പക്ഷെ ബിഗ് ബോസ് തന്നെയല്ലേ ടാസ്ക് കൊടുത്തത്, ആ ടാസ്കല്ലേ അനീഷ് ചെയ്തത്. പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അറിവില്ലായ്മയാണ്. അത് ലാലേട്ടൻ വന്നതിനെ ക്ലിയർ ചെയ്ത് കൊടുത്താലേ പറ്റുള്ളൂ. ഇതിന് അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞ് ഒനീലും ജിസേലും ജയിലിലേക്ക് നോമിനേറ്റഡ് ആയി. ഇതിനുശേഷം ഇന്നലത്തിന്റെ ബാക്കി പത്രമായിട്ട് റെനയും ഒനീലും കൂടെ ഇന്നും വഴക്കാണ്. പക്ഷെ ടു ബി വെരി ഫ്രാങ്ക്, ഒനീലിന്റെ ഭാഷ ശരിയല്ല. ഒനീലിന്റെ ഭാഷ റെനയോടുള്ള ഒനീലിന്റെ ഭാഷ ഒട്ടും ശരിയല്ല. സീരിയസ്ലി അങ്ങനെ എന്ത് പറഞ്ഞാലും റെനെ പറഞ്ഞോട്ടെ, റെനെ എത്ര വേണേലും പറഞ്ഞു. കാരണം റെനയാണ് അവിടെ നിന്ന് ഗെയിം കളിക്കുന്നത്. ഈ റെനയുടെ ആ പുറത്ത് നിൽക്കുന്ന റെനയുടെ ഫ്രണ്ടിനെ പറയേണ്ട ഒരു ആവശ്യമില്ല. അത് ഒനീല് ചെയ്യുന്നത് വളരെ തെറ്റാണ്. അത് മാത്രമല്ല റെനയുടെ തലയടിച്ച് പൊളിക്കും, അത് വയലൻസ് ആണ്. അങ്ങനെ പറയാൻ ഒനീലിന് ഒരു അധികാരമില്ല. ഒനീലിന് അങ്ങനെ പറയാൻ പാടില്ല. ഇനി ചാർജ് ചെയ്താൽ റെനയുടെ തലയടിച്ച് പൊളിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊക്കെ ശരിക്കും കംപ്ലൈൻറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ്. വയലൻസ് ആണ്, അത് കംപ്ലൈൻറ്റ് ചെയ്യേണ്ട കാര്യം തന്നെയാണ് ഒനീൽ ചെയ്തത്. അത് ലാലേട്ടൻ വന്ന് വാൺ ചെയ്താലേ പറ്റുള്ളൂ. എന്തായാലും നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡാണല്ലോ, നോക്കാം എന്തൊക്കെയാണ് നടക്കുന്നതെന്ന്. ഇതിനുശേഷം നടക്കുന്നത് ഇന്നലത്തെ ഇതിനുശേഷം ഈ ഒനീലിന്റെയും റെനയുടെയും അടി നടക്കുകയല്ലേ. ഈ അടിക്ക് നേരെ അഭിലാഷ് ഇടയ്ക്ക് കയറിയിട്ട് കിച്ചണിൽ നിന്ന് ഇവര് പറയുന്നുണ്ട്, അഭിലാഷ് പറയുന്നുണ്ട്, ഇവിടെ ഇന്നലത്തെ ആ ടാസ്കില്ലേ, കൊടി കുത്തുന്ന ടാസ്കിനിടയ്ക്ക് പലരെ അമ്മയ്ക്ക് വിളിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ടെന്ന് അഭിലാഷ് പറയാൻ. അപ്പാനി ആരുടെ അമ്മയ്ക്ക് വിളിച്ചു എന്ന് അഭിലാഷ് പറയാണ്. കിച്ചണിൽ നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പാനി. അപ്പൊ അങ്ങനെ പറയുന്നുണ്ട്, നീ ഇന്ന ചീത്ത പറയുന്നുണ്ട്, എന്താണ് വിളിച്ചതെന്ന് അഭി കൃത്യമായിട്ട് പറയുന്നത്. പക്ഷെ മ്യൂട്ടഡാണ്. അത് നമുക്ക് മനസ്സിലാവും അപ്പാനി എന്താണ് വിളിച്ചതെന്ന്. അഭി പറഞ്ഞ വാക്ക് എന്താണ് നമുക്ക് മനസ്സിലാവും. അത് അപ്പാനി എന്നെ അത് ക്ലിയർ ചെയ്ത് തരും, അങ്ങോട്ട് വരാം. അങ്ങനെ അഭി വിളിച്ചു എന്ന് പറയുകയാണ്, സംസാരിക്കുന്ന. പക്ഷെ അപ്പാനി ഇതിന് എഗെയിൻസ്റ്റ് ആണ് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പാനി ഇങ്ങനെ വിളിച്ചിട്ടില്ല എന്ന് ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്നലത്തെ ഫൈറ്റ് നിങ്ങൾ കണ്ടതാണല്ലോ, ഗുസ്തിയായിരുന്നു, മണ്ണിൽ ചുറ്റും കിടന്ന് ഗുസ്തിയായിരുന്നു. ചിലപ്പോൾ വിളിച്ച് കാണും, പക്ഷെ മ്യൂട്ടഡ് ആണല്ലോ, നമുക്ക് അറിഞ്ഞിട്ടോ. കാരണം ഇവിടുത്തെ മൈക്ക് മാറ്റി വയ്ക്കും ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. വോയിസും അത്ര വലിയ ക്ലിയർ ഒന്നും അല്ലായിരുന്നു. എന്തോ നമ്മളെ എപ്പിസോഡിലൊന്നും നമ്മളെ കണ്ടിട്ടില്ല. പിന്നെ അങ്ങനെ അതും പറഞ്ഞ് അവര് തമ്മിൽ
എന്താണ് ഒരു സംസാരം നടക്കുകയാണ്. അങ്ങനെ അപ്പാനി ജിസേലിനെ മോശം പറഞ്ഞു എന്ന് അപ്പാനി പറയുന്നുണ്ട്. അഭിലാഷ് പറയുന്നുണ്ട്, ജിസേലിനെ മോശം പറഞ്ഞു എന്നും പറയുന്നുണ്ട് അവിടെ. ഇതിനുശേഷം അപ്പാനി എന്താണ് ആര്യന്റെ അടുത്ത് ക്ലിയർ ആയിട്ട് പറയാണ്, അതായത് കാര്യങ്ങളെല്ലാം പറയുന്നത്. ഇന്നലെ അവിടെ ടാസ്കിനെ എന്താണ് ആ വാക്ക് വിളിച്ചത് എന്ന് തെറ്റിദ്ധരിച്ചത് എന്ന് അപ്പാനി തന്നെ എന്ത് ചെയ്യാണ്, ക്ലിയർ ആയിട്ട് ആര്യന്റെ അടുത്ത് പറയാണ്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും അബി ഉദ്ദേശിച്ച വാക്ക് എന്താണെന്ന് നമുക്ക് അപ്പൊ തന്നെ മനസ്സിലാവും, എന്താണ് പറഞ്ഞതെന്ന് മനസ്സിലാവും. അങ്ങനെ അവിടെ ആ ടോക്കിന് ശേഷം എന്ത് ചെയ്യാണ്, ക്യാപ്റ്റൻസി നോമിനേഷൻ വന്നു. പക്ഷെ ക്യാപ്റ്റൻസി നോമിനേഷൻ എപ്പിസോഡിൽ കാണിക്കുന്നില്ല, BB+ലായിരിക്കും കാണിക്കുന്നത് റീസൺസ്. പക്ഷെ ക്യാപ്റ്റൻസിയിൽ നോമിനേറ്റ് ആയയുടെ പേര് ബിഗ് ബോസ് പറയുന്നതാണ് നമ്മൾ കാണിക്കുന്നത്. മിക്കവാറും BB+ കാണിക്കുമായിരിക്കും. അതിൽ പറയുന്നത് ക്യാപ്റ്റൻസി നോമിനേഷനിൽ സെലക്റ്റഡ് ആയത് ശൈത്യക്ക് 13 വോട്ട്. ശൈത്യ അതിന് മാത്രം ഗെയിം കളിച്ചോ എനിക്ക് തോന്നുന്നില്ല. ശൈത്യക്ക് 13 വോട്ടുണ്ട്. ശൈത്യ പോയില്ലെങ്കിൽ ശൈത്യ ക്യാപ്റ്റൻ ആവും, ഇല്ലെങ്കിൽ ശൈത്യ ക്യാപ്റ്റൻ ആയില്ല. നോക്കാം ആരാണ് പോകുന്നതെന്ന്. പിന്നെ നമ്മുടെ അപ്പാനിക്കും വേറെ ആർക്കാം ബിന്നിക്കും 6 വോട്ട് വീതം കിട്ടി. പക്ഷെ ശൈത്യ ക്യാപ്റ്റൻസിയിലേക്ക് പോകാൻ മാത്രം ശൈത്യയും ബിന്നിയും അപ്പാനിയും അവിടെ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി പ്രൂവ് ചെയ്യുന്ന രീതിയിൽ ഗെയിം കളിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? പേഴ്സണലി എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു ഗെയിം അവിടെ അവര് കളിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും നോക്കാം. പക്ഷെ അവര് പറയുന്നുണ്ട്, അഭിലാഷൊക്കെ പറയുന്നത് അതിലേക്ക് വരാം. ഇതിന് ശേഷം ആ ഡ്രസ്സിംഗ് ഗ്രൂപ്പിലിരുന്ന് നമ്മുടെ ആ മേക്കപ്പ് റൂമിലിരുന്നിട്ട് ഷാനവാസ്, നെവിൻ, പിന്നെ അഭിലാഷ് ഇവരെല്ലാവരും കൂട്ടൊരു സംസാരം. അതായത് എന്തിനെ പറ്റിയിട്ടാണ്, ഈ അപ്പാനിയെ പറ്റിയിട്ട്. അപ്പാനി കിച്ചൺ ടീം ക്യാപ്റ്റൻ ആയിട്ട് ഫ്ലോപ്പ് ആയിരുന്നു എന്നൊക്കെ ഇവര് പറയുന്നുണ്ട്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പാനി കിച്ചൺ ടീം ക്യാപ്റ്റൻ ആയിട്ട് ഫ്ലോപ്പ് ആയിരുന്നു അഭിലാഷ് പറയുന്നുണ്ട്. അതായത് ഇവര് ഈ ഒരു ഗ്രൂപ്പായിട്ട് ഷാനവാസ്, അഭിലാഷ്, ഒനീൽ ഇവരൊരു ഗ്രൂപ്പായിട്ട് എന്ത് ചെയ്യാണ്, അവരുടെ ഗ്രൂപ്പിന് അപ്പാനി അക്ബർ ഗ്രൂപ്പിന് അഗെയിൻസ്റ്റ് ആയിട്ട് കളിക്കാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുക. അതിന് അവരെ ഗ്രൂപ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ഗ്രൂപ്പായിട്ട് മാറി. അതിന്റെ മുള്ളു കൊണ്ടെടുക്കുക എന്നുള്ള രീതിക്ക് അപ്പാനിക്ക് അവരുടെ ഗ്രൂപ്പിന് അഗെയിൻസ്റ്റ് കളിക്കാൻ വേണ്ടിയിട്ട് ഇവരൊരു ഗ്രൂപ്പായിട്ട് മാറി. ഇതിന് ശേഷം സ്പോൺസർ ടാസ്ക് ആണ്. അതായത് സ്പോൺസർ ടാസ്കിൽ എന്താണ് മറ്റേ കായത്തിന്റെ പേര് ഞാൻ മറന്നേ, സോറി കേട്ടോ. ഹെൽത്തി ഗ്രൂസർ കായത്തിന്റെ പേരിൽ ഒരു സ്പോൺസർ ടാസ്ക് അവിടെ നടക്കുന്നുണ്ട്. അതിൽ അനിമോളുടെയൊക്കെ ടീം ബി ആണ്, അനിമോൾ, ഒനീൽ ഇവരുടെ ടീം ബി ആണ് വിൻ ചെയ്യുന്നത്. അങ്ങനെ ആ ടാസ്ക് കഴിഞ്ഞു. ഇതിനുശേഷം ഷാനവാസിന് അഗെയിൻസ്റ്റ് അനിമോൾ അവിടെ നിന്ന് അനിമോൾ പക്ഷെ പറയുന്ന കറക്റ്റ് കാര്യമാണ്. അവരുടെ ഇപ്പം നിങ്ങളൊരു ഗ്രൂപ്പൊക്കെ ആയാലും ഒന്ന് ഷാനവാസിന് നോക്കി അനിമോൾ പറയണം നിങ്ങളൊരു ഗ്രൂപ്പായിട്ട് മാറില്ല. അത് ഷാനവാസ് പറയാണ് അവരെ ഗ്രൂപ്പ് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പായെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അനിമോൾ പറയുന്നൊരു പോയിന്റ് ഉണ്ട്, അവരെ ഗ്രൂപ്പ് പൊട്ടിക്കാൻ വേണ്ടി ഞാൻ കളിക്കുന്ന പോലെ ഒറ്റയ്ക്ക് നിന്ന് കളിക്കുക, എന്തിനാണ് ഗ്രൂപ്പ് ആവുന്നതെന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട്. അനിമോൾ ധൈര്യത്തോടെ അനിമോൾ മുഖത്തൂക്കി ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ നല്ലതാണ്, എന്തിനാണ് ഗ്രൂപ്പ് ആവുന്നത് എന്ന് അനിമോൾ ചോദിച്ചു. നല്ലതാണ്, അത് നല്ല ക്വാളിറ്റിയാണ്. അനിമോൾ അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഒരാളോട് ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതൊക്കെ നല്ല കാര്യമാണ്. അങ്ങനെ അനിമോള് എന്ത് ചെയ്യാണ്, അവരോട് ചോദിക്കുകയാണ് ഒരു ഗ്രൂപ്പ് പൊട്ടിക്കാൻ വേണ്ടി എന്തിനാണ് നിങ്ങൾ ഷാനവാസൊക്കെ ഇപ്പൊ ഒരു ഗ്രൂപ്പിലായി എന്ന് പറയാണ്. അങ്ങനെ ഗ്രൂപ്പിനെ പൊളിക്കാൻ എന്ന് ഷാനവാസും റിപ്ലൈ കൊടുക്കുകയാണ്. ഇതിനുശേഷം നമ്മുടെ പണിപ്പുര പ്രവേശനമാണ്. പണിപ്പുരയിലേക്ക് സെലക്ട് ചെയ്ത് അവരെല്ലാം കൂടെ പണിപ്പുരയിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ടൈം കഴിഞ്ഞ് പണിപ്പുരയിലേക്ക് പോയി. ഇതിനിടയ്ക്ക് 10 സെക്കൻഡേ ഉള്ളൂ. ഇതിനിടയ്ക്ക് നമ്മുടെ പണിപ്പുരയ്ക്കകത്തോട്ട് ഒനീൽ വീഴുകയാണ്. തിരിച്ചിറങ്ങുന്നതിന്റെ ഒനീൽ വീഴുകയാണ്. പക്ഷെ അവർ കളക്ട് ചെയ്തത് 2245 പോയിന്റ്സിന് എന്തോണ് പോയിന്റ്സിനെ കറക്റ്റായിട്ട് എഴുതിയിട്ടില്ല, സോറി. അപ്പം അത്രയും പോയിന്റ്സിനെ അവർ കളക്ട് ചെയ്തു എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയാണ്. ശരിക്കും ഇതിന് ശേഷം ജനറൽ ആയിട്ടുള്ള ടോപ്പിക്കിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനാണ്. ഇത് എടുത്തിട്ടത് നമ്മുടെ അനീഷാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കാര്യമില്ലാതെ അനീഷ് എടുത്തിട്ട ടോപ്പിക്കാണ്. അനീഷിന് കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അനീഷ് എടുത്തിട്ട ടോപ്പിക്കാണ്. പക്ഷെ അത് ഭയങ്കരമായിട്ട് ടോക്സിക് ആയിപ്പോയി. അത് അനീഷിന് തന്നെ എഗെയിൻസ്റ്റ് ആയിട്ട് വരാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം അത്ര ടോക്സിക് ആയിപ്പോയി അനീഷ് ആ സമയത്ത്. ഇങ്ങനെ എന്ന് വെച്ചാൽ ഡിവോഴ്സ് ആകുന്നത്
ഡിവോഴ്സിനെ പറ്റിയിട്ടുള്ള ടോപ്പിക്കാണ്. അനീഷ് പറയുന്നത് ഡിവോഴ്സ് ആകുന്നത് രണ്ടുപേരുടെയും കുറ്റം കൊണ്ടാണ്. എന്നിട്ട് എന്താണ് അപ്പൊ അക്ബർ അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. കള്ളുകുടിയനായിട്ടുള്ള ഒരു ഭർത്താവിന് ഫൈറ്റ് അടി സഹിക്കാൻ വയ്യാതെ പാവം ഭാര്യ ഡിവോഴ്സ് ചെയ്യുന്നത് അപ്പം അവിടെ ഒരാളുടെ മാത്രമല്ല കുറ്റം എന്ന് അക്ബർ ചോദിക്കുന്നത് നല്ല റെലവൻറ്റ് ആയിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. രണ്ടുപേരുടെ ഭാഗത്തും മിസ്റ്റേക്ക് ഉണ്ടെന്ന് പറയാം. അപ്പം ഇതിനെ ന്യായീകരിക്കുകയാണ്. അതായത് ഭാര്യയുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് ഇവിടെ അനീഷ് അങ്ങനെ സ്റ്റേറ്റ്മെന്റ് ഇറക്കുമ്പം ഭയങ്കര ടോക്സിക് ആയി മാറുകയാണ് അത്. അങ്ങനെ എല്ലാവരും അനീഷിന് അഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയാണ്. പക്ഷെ ശാരിക എന്ത് ചെയ്യാണ്, ശാരികയും ഇവിടെ ടോക്സിക് ആണ്. പക്ഷെ ശാരിക ഇതിനെ അനുകൂലിച്ചു, ചെറുതായിട്ട് അനുകൂലിച്ചു. അങ്ങനെ ശാരികയ്ക്ക് അഗെയിൻസ്റ്റ് വീട്ടുകാർ തിരിയുകയാണ്. ഈ അടി ഉണ്ടാക്കിയ അനീഷ് അപ്പം തന്നെ വാ അടച്ചു. ആദിലേക്ക് എഗെയിൻസ്റ്റ് ആയിട്ട്, അനീഷിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാണ്. പക്ഷെ അനീഷ് പിന്നെ വാ തുറന്നിട്ടില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ തെറ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് പിന്നെ വാ തുറന്നത്. ശാരിക അക്ബറും തമ്മിൽ ഇതിന്റെ പേരിൽ വലിയൊരു അടി ഉണ്ടാവുന്നത്, ഫൈറ്റ് ഇവിടെ ഉണ്ടാവുന്നത്. ശാരികേനെ അക്ബർ ആണെങ്കിൽ മറ്റേ കളിയാക്കുന്ന ഒരു പാട്ടില്ല, ആ പാട്ടിങ്ങനെ വിഷമാണെന്നൊക്കെ പറഞ്ഞ് കളിയാക്കി പാട്ടൊക്കെ പാടുന്നുണ്ട് നമ്മുടെ അക്ബർ. പിന്നീട് അനീഷ് എന്ത് ചെയ്തു, അനീഷ് ഇതിനെ മാറ്റി, ടോപ്പിക്ക് മാറ്റി എങ്ങോട്ടേക്കാക്കി, സോഷ്യൽ മീഡിയയിലോട്ടാക്കി. അങ്ങനെ അതിന്റെ പേരിൽ പിന്നീട് അവർ ടോക്ക് നടക്കുന്നുണ്ട്. പക്ഷെ ടോക്സിക്കായി മാറി. സീരിയസ്ലി അനീഷ് ഭയങ്കര ടോക്സിക് ആയിട്ട് മാറി കേട്ടോ. പറയാതിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ടോപ്പിക്ക് ഇപ്പൊ ഇത് എടുത്തിട്ടേണ്ട കാര്യം എന്താണ്? ഇത് ഒരുപാട് പേർക്ക് ഫീൽ ആവുന്ന ഒരു ടോപ്പിക് ആയിപ്പോയി. സീരിയസ്ലി അങ്ങനെ ഒരു ടോപ്പിക് എടുക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു. അങ്ങനെ ആ ടോപ്പിക്കാണ് ഡിസ്കഷൻ കഴിഞ്ഞു. ഇതിനുശേഷം ജയിലിലേക്ക് പോവുകയാണ്. അതായത് ഒനിയിലും ജിസയിലും കൂടെ ജയിലിലേക്ക് പോവുകയാണ്. പക്ഷെ ജയിലിൽ അവരെ കാത്തിരുന്നത് ഒരു 7 പണിയായിപ്പോയി. സീരിയസ്ലി ഒരു 7 പണിയായിപ്പോയി. കാരണം എന്താന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് അവർ സ്വപ്നത്തിൽ വിചാരിച്ചു കാണില്ല. അതായത് ജിസയിലും ഒനിയിലും ബിഗ് ബോസ് കൊടുത്ത പണി എന്താന്ന് വെച്ചാൽ മനുഷ്യ ക്ലോക്ക് എന്നാണ് ടാസ്ക് കൊടുത്തത്. ബിഗ് ബോസ് ആദ്യമായിട്ട് സമയം പറഞ്ഞു, കറക്റ്റ് ടൈം പറഞ്ഞു, 9 മണിന്ന് ടൈം പറഞ്ഞു. ഈ ടൈം തൊട്ട് ഇവർക്ക് 2 ഇരുമ്പ് കമ്പി കൊടുത്തിരിക്കും. അതിട്ട് 1, 2 അങ്ങനെ ഓരോ സെക്കൻഡായിട്ട് അടിച്ചിട്ട് 60 സെക്കൻഡ് ആകുമ്പോൾ ക്ലാപ്പ് ചെയ്യുക. അങ്ങനെ അടിച്ചടിച്ച് 60 മിനിറ്റ് ആകുമ്പോൾ അനൗൺസ് ചെയ്യുക എന്നാണ് ടാസ്ക് വരുന്നത്. അങ്ങനെ ഇവരെന്ത് ചെയ്തു, ഇവരിങ്ങനെ അടിച്ചു തുടങ്ങിയിരിക്കുകയാണ്. അവർ അടിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ അടിച്ചോണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം അവരിങ്ങനെ ടാസ്ക് നടക്കുന്നുണ്ട്. ഇതിനുശേഷം നടക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്ന കന്നി എന്തോ ആയിരുന്നു ഡിന്നർ. അങ്ങനെ കന്നി കുടിച്ചോണ്ടിരുന്നപ്പോൾ നെവിൻ എന്ത് ചെയ്യാണ്, നെവിനാണെങ്കിൽ അനീഷിനെ ആക്ട് ചെയ്യാണ്. അനീഷിനെ ശാരിക സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അനീഷിനെ ആക്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. നല്ല രസമായിരുന്നു കേട്ടോ. നെവിൻ കറക്റ്റായിട്ട് അനീഷിനെ ആക്ട് ചെയ്യുന്നുണ്ട്, ഷാനവാസിനെ ആക്ട് ചെയ്യുന്നുണ്ട്. അനിമോൾ നിന്നപ്പോൾ അനിമോളെ ആക്ട് ചെയ്ത് അനിമോൾ തിരിച്ചെന്താ പറഞ്ഞപ്പം അനീഷിന്റെ ഒരു ഫിഗർ വിടാതെ തന്നെ നെവിൻ ആക്ട് ചെയ്യുന്നത് നന്നായിരുന്നു. അത് നെവിൻ നന്നായിട്ട് തന്നെ അനീഷിനെ ആക്ട് ചെയ്ത് കാണിച്ചു. ലാസ്റ്റ് ഉള്ളവർക്ക് വയ്യാണ്ടായി. രാത്രിയൊക്കെ ആയപ്പോഴേക്കും ജയിലിലുള്ളവർക്ക് വയ്യാണ്ടായി. അവര് തളർന്നുപോയി. കാരണം ഉറങ്ങാതെ ഇരുന്ന് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർക്ക് വയ്യാണ്ടായിട്ട് അവരുടെ ബിഗ് ബോസിനോടൊന്ന് പറയാൻ, ഞങ്ങൾക്ക് വയ്യ, ഇത് വല്ലാത്തൊരു പണിയായി പോയി എന്ന് ഒനിയിൽ പറയുന്നുണ്ട്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വല്ലാത്ത പണിയായിപ്പോയി, ആർക്കാലും മടുത്തു പോകും. അങ്ങനെ എന്ത് ചെയ്തു, അടിച്ചിരിക്കുകയാണ്. അപ്പൊ അഭിലാഷ് പോയിട്ട് ബിഗ് ബോസിനോട് പറയുന്നത്, ബിഗ് ബോസ് അവർക്ക് ടാസ്ക് മതിയാക്കൂ, ഇത് ഭയങ്കരമായിട്ട് അവർക്ക് ബുദ്ധിമുട്ടാവുന്നത്. നമ്മുടെ അഭിലാഷ് ആണെങ്കിൽ അവരോട് പറയാണ്, നമ്മുടെ ആര്യനല്ല ബിഗ് ബോസിനോട് പറയാണ്, ബിഗ് ബോസിനോട് പറയാണ്. പക്ഷെ ബിഗ് ബോസ് കേട്ട മാട്ടില്ല. പിന്നെ വെളുക്കാം ആയപ്പോൾ 5 മണിയൊക്കെ എന്തോരം ആയപ്പം ജിസയിലും അടിച്ചുകൊണ്ടിരിക്കാൻ ഒനിയിൽ കൂർക്കാൻ വലിച്ച് ഉറങ്ങണം. അങ്ങനെ ജിസയിലും മതിയായിട്ട് ജിസയിലും അങ്ങനെ ഇത് നിർത്തിയിട്ട് ടാസ്ക് നിർത്തിയിട്ട് ജിസയിലും കിടന്നുറങ്ങി. അപ്പൊ ഇവിടെയാണ് ടാസ്ക് എൻഡ് ചെയ്യുന്നത്. അപ്പം ഈ ഒരാഴ്ച അങ്ങനെ അതും കടന്നു. മൂന്നാമത്തെ ആഴ്ചയും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നാളെ വീക്കെൻഡ് എപ്പിസോഡാണ്. ലാലേട്ടൻ എന്താണ് ഇവരെ പറ്റി പറയാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഈ ഒരു വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു കൂടെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. നാളെ ലാലേട്ടൻ എന്തായിരിക്കും ചോദിക്കാൻ പോകുന്നത്? നമ്മുടെ പണി ടാസ്കിനെ പറ്റി ചോദിക്കും, ഫൈറ്റിനെ പറ്റി എന്തായാലും ലാലേട്ടൻ ചോദിക്കണം. അത് മാത്രമല്ല ഒരു 18+ കണ്ടന്റ് ഉള്ള ഒരു ഇതായിരുന്നു. കാരണം ഫുൾ തെറിവിളിയായിരുന്നു ഈ ഒരാഴ്ച ഫുള്ളായിട്ട്. ഒരുപാട് എടുത്ത് ബീപ്പ് ചെയ്ത് കാണിച്ചു. ഇനി അന്ന് ജിൻഡോയ്ക്കും ഗബ്രിക്കും കൊടുത്തുള്ള 18+ അവാർഡ് കൊടുക്കോ ഇല്ലയോ നമുക്ക് അറിഞ്ഞുകൂടാ. നോക്കാം എന്താണ് നടക്കുന്നതെന്ന്, നാളെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ എന്താണ് നടക്കുന്നതെന്ന്. സോ
താങ്ക് യു ഓൾ. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നാളത്തെ വീക്കെൻഡ് എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു.